മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ട് അങ്ങോട്ട് അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും നിന്റെ കാരണം. നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ, എന്തിനാ അവിടെ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണോ ഓരോ ഓടുന്നത്. അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിന്റെ അടുത്തേക്ക് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ. ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒറ്റയ്ക്കല്ല വരിക മോനെ കൈസേ. ഷാജിദ ഒറ്റയ്ക്കല്ല വരണത്, അതുകൊണ്ട് ഷാജിദ പറഞ്ഞു കണ്ട് തരാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിദ ഷാജിയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ട നമ്മുടെ ഇറ്റ്സ് മീ കേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉടമയ്ക്കെതിരെ ഭീഷണിയുമായി ഷാജിദ ഷാജി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വിളിയുമായി ഷാജിദ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു കോളാണത്. ആ കോൾ അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേൾക്കാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. നമുക്ക് ആദ്യമായി ആ വോയിസ് ക്ലിപ്പിലേക്ക് ഒന്ന് പോകാം. ഹലോ, കൈസല്ലേ? ഹലോ, കൈസല്ലേന്ന് കൈസ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ? സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണേ. എവിടുന്നായിരുന്നു? സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്, പാലക്കാട് സ്റ്റേഷനിൽ. പറഞ്ഞോളൂ. കൈസാണോ? കൈസ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവരോട് കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. യൂട്യൂബ് ചാനലിന്റെ കൈസ ഇറ്റ്സ് മീ കൈസ എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ്. 4 ലക്ഷം സബ്സ്ക്രൈബർ. പെൺകുട്ടികളെ അപമര്യാദയായിട്ട് 4 വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് ഒന്ന് പറയണേ. കോൺടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഷാജിദ ഷാജി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് റിസപ്ഷനുള്ള ആളോട് പറയുന്നുണ്ട് ലക്ഷ്മി കൈസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കൈസ് വർക്ക് ചെയ്യുന്ന അവിടെയുള്ള ആളാണ് എന്ന് പറഞ്ഞതിന് ശേഷം കൈസിനെ ഒന്ന് കിട്ടണമെന്നും അദ്ദേഹം പെൺകുട്ടികളെ വെച്ച് മോശകരമായിട്ട് വീഡിയോ ചെയ്യുന്നു എന്നും 4 ലക്ഷം സബ്സ്ക്രൈബുള്ള ആളാണ് അദ്ദേഹം എന്നൊക്കെ ഷാജിദ ഷാജി പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഫോൺ ട്രേസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹാജരാകാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കൊടുക്കുകയാണ് സാധാരണയായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലുമുള്ള നടപടിക്രമം എന്ന് പറയുന്നത്. ആ ഡേറ്റിൻ്റെ സമയത്തിന് ശേഷവും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് തെളിവ് നൽകിയില്ല എങ്കിൽ മാത്രമേ പോലീസ് മറ്റ് അനന്തര നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. ഇതൊന്നും അറിയാതെ ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരാൾ നേരിട്ട് വിളിച്ച് ഞാൻ പോലീസാണ്, പോലീസ് സ്റ്റേഷനിലാണെന്നൊക്കെ പറഞ്ഞ് സ്വരം അപഹാസ്യമാകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. വളരെ മോശകരമായ ഒരു പരിപാടിയായിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് ഷാജിദാനോട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ലക്ഷ്മി കേസ് എന്ന് പറയുന്ന ചാനലിലുടമ നിങ്ങൾക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങളാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ സ്വന്തം പെറ്റുമ്മയെ കുറിച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വന്നുകൊണ്ട് ചെറിയ അഭിഷേകം നടത്തുകയും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഷഡ്ഡി ഡാൻസ് ചെയ്യാൻ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം സ്വന്തം ഉമ്മാൻ്റെ ഡാൻസ് പുറത്തുവിടുകയും എല്ലാം ചെയ്തത് ആരാണ്? ഷാജിദ, നീ തന്നെയാണ് അതൊക്കെ പുറത്തുവിട്ടതും ഈ ഉമ്മാനെ കൊണ്ട് പ്രകോപിപ്പിച്ചതും. അവസാനം ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടിച്ചപ്പോൾ ഉമ്മാക്ക് വീട്ടിൽ കയറി കിടക്കാൻ ഒരവസ്ഥയില്ല എന്ന ഘട്ടം വന്നപ്പോൾ ഉമ്മ അവസാനം ചെയ്ത ഒരു പണിയാണ്. കാരണം ഇത് പൊതുജനങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായി പങ്കുവെക്കുന്നു, അവരും എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിയിക്കുന്നു. പക്ഷേ ഉമ്മ എന്ന് പറയുന്ന പാവ സ്ത്രീക്ക് എന്തില്ല, യൂട്യൂബ് ചാനലോ മറ്റു മാധ്യമങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം ഒരു പഴയ സ്ത്രീയാണ്, ഒരുപാട് 10-60 വയസ്സായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഇതെങ്ങനെ പുറത്തെത്തിക്കണം, ആരോട് ഇത് പറയണം, എങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്ന സമയത്താണ് ലക്ഷ്മി കേസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉടമയെ വിളിക്കുകയും തനിക്ക് ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാനുള്ള കാരണം താങ്കൾ ആ ഉമ്മയെക്കുറിച്ച് മോശകരമായ രീതിയിലുള്ള വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഉമ്മ ഇത് ചെയ്തത്. അല്ലാതെ ആദ്യം ഇത് ചെയ്തത് ഉമ്മയോ അല്ല ഈ ചാനൽ ഉടമയോ അല്ല. പിന്നെ ഈ ചാനൽ ഉടമ അദ്ദേഹത്തിൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കണ്ടെത്തലോ അല്ലെങ്കിൽ ഒരു മോശകരമായ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ഒരു വർത്തമാനമോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്കിത് ഞാൻ പുറത്തു വിടുന്നതിൽ എന്തെങ്കിലും എതിർപ്പോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മ പറയാണ്, എനിക്ക് ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്,
അങ്ങനെ ഉമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് അതേപോലെ തന്നെ യാതൊരു എഡിറ്റിങ്ങും കൂടാതെ അദ്ദേഹം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. ഇനി ആ എത്തിച്ച വോയിസ് ക്ലിപ്പിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട് എങ്കിൽ താങ്കൾ ഇന്ന് പറഞ്ഞ പോലെ പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി താങ്കൾക്ക് നല്ല രീതിയിൽ ഒരു പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ ഉമ്മയെയും ലക്ഷ്മി കൈസിനെയും അവിടെ വിളിപ്പിച്ച് കാര്യങ്ങൾക്ക് തെളിവെടുക്കുകയും എല്ലാം ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അദ്ദേഹം പണിയെടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിസപ്ഷനുള്ള ആളോട് നിങ്ങൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞു. അതുകൊണ്ടും തീരുന്നില്ല. അതിനുശേഷം താങ്കൾ ചെയ്തത് എന്താണ്? അവിടുത്തെ മാനേജറെ നമ്പർ തപ്പിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് പറയുകയാണ് ഇദ്ദേഹം മോശപ്പെട്ട ഒരു വ്യക്തിയാണ്, ഇദ്ദേഹം പെൺകുട്ടികളെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള വീഡിയോ ചെയ്യുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു എന്നും ഇനിയിപ്പോൾ കേസിനെ അവിടെ നിന്ന് പിരിച്ചുവിടുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ് നമ്മുടെ ഷാജിദ ഷാജി നമ്മളെ കേസിനെ കുറിച്ച് പറഞ്ഞുള്ള ഏതാനും ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കേസ് മോനെ, നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിയോട് ഞാൻ സംസാരിച്ചടാ. നീ ഏത് ഹോസ്പിറ്റൽ, മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പോ അപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസേ. എന്നോട് സംസാരിച്ച കൈസ എന്തേടാ എന്റെ കോള് വരുമ്പോ കട്ടാക്കി വിടേണ്ടത്? എന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്താടാ കൈസേ നീ കട്ടാക്ക്? സംസാരിക്കടാ കൈസേ, എന്നോട് സംസാരിക്കടാ, എന്റെ മക്കളോട് സംസാരിക്കടാ മോനെ. നീ മറ്റേ വല്ലാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതല്ലടാ, നാക്കിൽ എനിക്ക് തന്നതല്ലടാ കൈസേ. അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ, നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ, എല്ലാവരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ. അപ്പൊ ആ മുതലാളി പറയാ പാവ, ആ മനുഷ്യൻ പറയാ, മാനേജർ പറയാണ് അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, 4 വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് എനിക്കറിയാം, പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ എന്നാണ് അവര് പറഞ്ഞത്. അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്ന്. കേസ് നീ എന്താ ആണുങ്ങളെ പോലെ നിക്കടാ, എന്തിനാ അവിടെ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണോ ഓരോ ഓടുന്നത്? അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിന്റെ അടുത്തേക്ക് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ. ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒറ്റയ്ക്കല്ല വരിക മോനെ കൈസേ, ഷാജിദ ഒറ്റയ്ക്കല്ല വരണത്. അതുകൊണ്ട് ഷാജിദ പറഞ്ഞു കണ്ട് തരാം. ഓക്കെ മോനെ കൈസേ, നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലല്ല കേട്ടോ, ഒരു സംഭവം ക്ലിനിക്ക്. അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട്, ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും. ഓക്കെ, എന്റെ ഫോൺ കോളിലൂടെ എത്തുള്ളൂ, ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും. എന്നിട്ട് എന്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തരാം മോനെ കൈസ്. മോനെ, നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ. എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് അങ്ങോട്ട് അഴിക്കണെങ്കിൽ നിന്റെ കരണം അടിച്ചു പോക്കാൻ എനിക്ക് അറിയടാ. ഞാൻ വേറെ ആരും വേണ്ട, ഞാൻ എന്നെ മതി നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ. ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണം. അപ്പോൾ ഷാജിദ കുറച്ച് ആരോപണങ്ങൾ നമ്മുടെ ഇദ്ദേഹത്തിനെതിരെ മുന്നോട്ട് വെക്കുകയാണ്. ചില പെണ്ണുങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത് എന്നും ആ വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവിടെ വന്നതിന് ശേഷം ഇദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി പോയി എന്നും ഇദ്ദേഹം പുറകു ജനൽ കൂടി ചാടി ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പോലും അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഷാജിയുടെ ചാനലിൽ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് അത് പുറത്ത് വിടണം എന്നും കൂടി അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാജിദ നീ അദ്ദേഹത്തെ നിൻ്റെ ചാനൽ കൊണ്ട് ഇരുത്തിയിട്ട് എന്താണ് സംഭവം, എപ്പോഴാണ് ഇദ്ദേഹം അങ്ങനെ ഒരു മോശകരമായ ഒരു വീഡിയോ ചെയ്തത്, അതിനെതിരെ എന്തുകൊണ്ട് അദ്ദേഹം കേസുമായി പോയില്ല, ആ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വിടണമെന്നാണ് ലക്ഷ്മി കൈസും പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളും ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും മോശകരമായ രീതിയിലേക്ക് ഈ ഒരു പ്രശ്നത്തെ കൊണ്ടെത്തിച്ചത് നീയാണ്, അല്ലാതെ ലക്ഷ്മി കൈസോ നിൻ്റെ ഉമ്മയോ ഒന്നുമല്ല. അത് ഈ ചാനൽ കാണുന്ന 100-ൽ 99% ആൾക്കാർക്കും ഇത് തന്നെയായിരിക്കും അഭിപ്രായം. പിന്നെ 1% ആൾക്കാർക്ക് അഭിപ്രായത്തിൽ മാറ്റമുണ്ടാകും. കാരണം അത് നിൻ്റെ മണിമുത്തുമണികളാണ്, അവർ നിന്നെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ പറയുകയുള്ളൂ. തീർച്ചയായിട്ടും അപ്പോൾ ഷാജിദ നീ പറയുന്ന ഈ തെറി, പിന്നെ ഷാജിദ പറഞ്ഞ ഒരു വാക്ക് അങ്ങ് കടന്നുപോയി, അതാണ് ഏറ്റവും മോശമായ ഒരു വാക്ക്. ഞാൻ അവിടെ വന്നിട്ട് നിൻ്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും എന്നാണ് ഷാജി ഇപ്പോൾ കേസിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്തിനാണ് എന്ന് കൂടി ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് പുറത്തുവിടുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ലക്ഷ്മി കൈസ് എന്ന് പറയുന്ന ചാനലിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിന് എന്തെങ്കിലും മോശകരമായ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം, നിങ്ങൾക്ക് കേസ് കൊടുക്കാം, നിങ്ങൾക്ക് നിയമപരമായിട്ട് എന്ത് നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്.
എന്തിനാണ് വ്യക്തിഹത്യ എന്ന രീതിയിൽ അദ്ദേഹം പണിയെടുക്കുന്നിടത്ത് പോവുകയോ അല്ലെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയോ അദ്ദേഹം മാനേജർ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ പണിയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയുക, അതൊക്കെ വളരെ മോശകരമായ ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ മലയാള സമൂഹം അതിനെ ഏറ്റെടുക്കുകയുള്ളൂ എന്ന് മാത്രമേ നമുക്ക് സാജിദാനോട് പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇത്തരം ഉടായ്പ് പരിപാടികൾ ഒഴിവാക്കണമെന്നും പോലീസ് പട്ടാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഷാജിദ നിൻ്റെ സൗണ്ട് ഇപ്പോൾ ഫെമിലിയർ ആണ് എന്ന് കേരളത്തിലെ ഏതൊരു കുട്ടിക്കും നിങ്ങളുടെ സൗണ്ട് കേട്ടാൽ മനസ്സിലാകും. അതൊരു ഹോസ്പിറ്റൽ റിസപ്ഷനിൽ നിൽക്കുന്ന വ്യക്തിക്ക് എന്നല്ല, ഈ കേരളത്തിലുള്ള ഏത് ചെറിയ കുട്ടിക്കും ഇപ്പോൾ നിങ്ങൾ പറയുന്ന തെറിയും അതുപോലെ തന്നെ നിങ്ങളുടെ സൗണ്ടും നിങ്ങളുടെ ചാനലും എല്ലാം കാണാൻ മനഃപ്പാടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.